ഫ്രോസ്റ്റ് ഫാങ് വനത്തിന്റെ ഹൃദയഭാഗത്ത് മഞ്ഞുതുള്ളികൾ ചെറിയ നക്ഷത്രങ്ങൾ പോലെ നൃത്തം ചെയ്യുകയും മരങ്ങൾ വെള്ളി ഐസ് കൊണ്ട് തിളങ്ങുകയും ചെയ്ത സ്ഥലത്ത് ടിഗ എന്ന പേരുള്ള ഒരു ചെറിയ മൃദുവായ കടുവക്കുട്ടി താമസിച്ചിരുന്നു. അവന്റെ വെളുത്ത രോമങ്ങളിൽ ചുറ്റുമുള്ള മഞ്ഞുമൂടിയ ലോകവുമായി തികച്ചും ഇണങ്ങിച്ചേർന്ന കറുത്ത പാടുകളുണ്ടായിരുന്നു. അവന്റെ വലിയ നീല കണ്ണുകൾ എപ്പോഴും ജിജ്ഞാസ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ ടിഗ ഒരു സാധാരണ കടുവയായിരുന്നില്ല. അവൻ അവസാനത്തെ ഐസ് ഗാർഡിയനായിരുന്നു. ഒരു രഹസ്യ മാന്ത്രികതയോടെ ജനിച്ചു, മഞ്ഞും ഐസും നിയന്ത്രിക്കാനുള്ള ശക്തി. എന്നിരുന്നാലും വളരെ ചെറുപ്പമായിരുന്നിട്ടും അവന്റെ മാന്ത്രികത ഇപ്പോഴും വന്യവും പ്രവചനാതീതവുമായിരുന്നു. ഒരു തണുത്ത പ്രഭാതത്തിൽ ആകാശത്ത് ഒരു വിചിത്രമായ ഇരുട്ടു പടർന്നു. കാടിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിയ മാന്ത്രിക രത്നമായ ഫ്രോസൻ ക്രിസ്റ്റൽ കാടിനെ ഉരുക്കി ഒരു ചതുപ്പാക്കി മാറ്റാൻ ആഗ്രഹിച്ച ദുഷ്ടനായ ഷാഡോ റേവൻ മോഷ്ടിച്ചു. സ്കാർഫ് ചുറ്റി നനുത്ത മഞ്ഞിലൂടെ അവൻ നടന്നു. ഓരോ ചുവടുവെപ്പിലും കളിയായ മിന്നാമിനുങ്ങളെപ്പോലെ മഞ്ഞുതുള്ളികൾ അവനെ പിന്തുടർന്നു. യാത്രയിൽ ടിഗ തന്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. ലൂമ എന്ന ഹിമമൂങ്ങ, ബൈബൽ എന്ന മൃദുവായ മഞ്ഞുമുയൽ. അവരൊരുമിച്ച് മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ കയറി തണുത്തുറഞ്ഞ നദികൾ മുറിച്ചു കടന്ന് കാൽവിരലുകൊണ്ടുറങ്ങുന്ന ഹിമഭീമന്മാരെ കടന്നുപോയി. ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ തിളങ്ങുന്ന വടക്കൻ വിളകുകൾ നിറഞ്ഞ ആകാശത്തിൻ കീഴിൽ ഇരുണ്ട തീയുടെ കൂട്ടിൽ സ്ഫടികത്തെ കാക്കുന്ന ഷാഡോ റാവനെ അവർ കണ്ടെത്തി. ടിഗ വിറച്ചു, പക്ഷെ അവന്റെ ചെറിയ ഹൃദയം ശക്തമായി മിടിക്കുന്നു. അവൻ കണ്ണുകൾ അടച്ചു, ശ്രദ്ധ കേന്ദ്രീകരിച്ചു മന്ത്രിച്ചു. മഞ്ഞും മഞ്ഞും, എന്റെ അടുത്തേക്ക് വരൂ, തീ മരവിപ്പിക്കൂ, ഞങ്ങളെ സ്വതന്ത്രരാക്കൂ. പെട്ടെന്ന് ഒരു ഹിമക്കാറ്റ് അവന്റെ ചുറ്റും ചുഴറ്റി. മഞ്ഞുതുള്ളികൾ ചെറിയ പ്രകാശപരലുകളായി മാറുന്നു. ഇരുണ്ട തീ കെടുത്തി സ്ഫടികം ടിഗയുടെ ചെറിയ കൈകാലുകളിലേക്ക് വീണ്ടും ഒഴുകി തിളങ്ങുന്ന നീലനിറത്തിൽ തിളങ്ങി. സ്ഫടികം പുനഃസ്ഥാപിച്ചതോടെ ഫ്രോസ്റ്റ് ഫാങ് വനം അതിന്റെ ശാന്തവും മാന്ത്രികവുമായ സ്വഭാവത്തിലേക്ക് മടങ്ങി. ആകാശം തെളിഞ്ഞു. മഞ്ഞുപാളികൾ വീണ്ടും പതുക്കെ വീണു. ടിഗ അഭിമാനത്തോടെ മഞ്ഞുമൂടിയ കുന്നിൻ മുകളിൽ നിന്നു. വടക്കൻ ലൈറ്റുകൾ ആകാശത്ത് നിറം നൽകുമ്പോൾ അവന്റെ സുഹൃത്തുക്കൾ ആർപ്പു വിളിച്ചു. അന്നുമുതൽ ടിഗയുടെ ഇതിഹാസം ചെറിയ ശീതീകരിച്ച കടുവ രക്ഷാധികാരി കാട്ടിലെ എല്ലാ ജീവികളോടും പറഞ്ഞു. ധൈര്യത്തിന്റെയും മാന്ത്രികതയുടെയും സൗഹൃദത്തിന്റെയും കഥ.